ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ നിയമന തട്ടിപ്പ് നടത്തിയ പ്രതി ലെനിൻ രാജ് കീഴടങ്ങി. കോഴിക്കോട് കുന്നമംഗലം സ്റ്റേഷനിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കീഴടങ്ങിയത്. ആരോഗ്യവകുപ്പ് നിയമന തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ലെനിൻ രാജ്. അഞ്ജു ജയപ്രകാശ്. അഞ്ജു, ഇയാൾ അന്ന് തന്നെ വിവാദമുണ്ടായ ദിവസം തന്നെ ഓൺലൈനിൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ പോലീസിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. കീഴടങ്ങിയതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഏത് കേസിലാണ് കീഴടങ്ങിയിരിക്കുന്നത്? നികേഷ്, കോഴിക്കോട് ഇന്നലെയാണ് ലെനിൻ രാജ കീഴടങ്ങിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമന തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതിയാണ് ഈ ലെനിൻ രാജ. ഏറെ നാളെ, ഏകദേശം 150 ദിവസത്തിലധികം ആകുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലെനിൻ രാജ് ഒളിവിൽ പോയിട്ട്. ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കടക്കം വലിയ തരത്തിൽ ചർച്ചയടക്കം ഓൺലൈനിലൂടെ നടത്തിയതിനു ശേഷം പിന്നീട് ലെനിൻ രാജ് എവിടെ പോയി എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ ലെനിൻ രാജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനു ശേഷവും പോലീസിന് ലെനിൻ രാജ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കുന്നമംഗലം സ്റ്റേഷനിൽ ലെനിൻ രാജ് കീഴടങ്ങിയത്. പക്ഷേ അത് ആരോഗ്യ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കുന്നമംഗലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ലെനിൻ രാജ് നിലവിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട അഖിലും ഒപ്പം തന്നെ ലെനിൻ രാജും ഈ കേസിൽ പ്രതികളാണ്. അതിൽ നേരത്തെ അഖിലിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ലെനിൻ രാജിനുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ ആ കേസിൽ ഇപ്പോൾ ലെനിൻ രാജ് കീഴടങ്ങിയത്. പക്ഷേ ഇവിടെ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം കോഴിക്കോടേക്ക് പോയിട്ടുണ്ട്. അവർ ഈ നിയമന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാക്കി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനടക്കം പോലീസ് കടക്കും. കാരണം ഇത്രയും ദിവസങ്ങളായി കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം അടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ലെനിൻ രാജ് എന്ന ഒറ്റ പ്രതി, മുഖ്യ പ്രതിയായിട്ടുള്ള ലെനിൻ രാജിന് കിട്ടിയാൽ മാത്രമേ കേസിന്റെ മറ്റ് പല കാര്യങ്ങളും പുറത്തെത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുന്ന സാഹചര്യമാണ്. അതിനാൽ ലെനിൻ രാജിൽ നിന്ന് മാത്രമേ അതിൽ കൂടുതൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ലെനിൻ രാജ് കീഴടങ്ങിയിരിക്കുകയാണ്. ഇനി ലെനിൻ രാജിനെ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്ക് പോലീസിന്റെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏറെ ദുരൂഹമായിരുന്നു ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പ്. അത് നമ്മുടെ പ്രതിനിധി അഷ്കർ ആണ് ഈ വാർത്ത മലപ്പുറത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം വലിയ തരത്തിൽ ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഈ തട്ടിപ്പിൽ ഇര ആയതിനു ശേഷം മറ്റ് ഏതൊക്കെ തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുള്ള മറ്റ് തട്ടിപ്പുകളും ഇതേ രീതിയിൽ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അഖിലിനെ പിടികൂടുന്നു. മറ്റ് പ്രതികൾ കൂടി പോലീസ് പിടികൂടുന്ന സാഹചര്യം. പക്ഷേ ആ വേഗതയൊന്നും ലെനിൻ രാജിലേക്ക് പോലീസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോപണ വിധേയരായവരെ ആ ഘട്ടത്തിൽ സഹായിച്ചത് ലെനിൻ രാജിന്റെ ടെലിവിഷൻ ചർച്ച ഇടപെടലായിരുന്നു. ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ലെനിൻ രാജിൻ്റെ വേർഷനാണ് ആരോപണ വിധേയർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ ലെനിൻ രാജിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി, അല്ലെങ്കിൽ അയാളെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിച്ചു, ബോധപൂർവം അലംഭാവം കാണിച്ചു എന്നത് വ്യക്തമല്ലേ? നികേഷ്, ലെനിൻ രാജിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അഖിലിനെ പിടികൂടിയത് പോലീസ് ഫോൺ ഉൾപ്പെടെ ഓഫ് ചെയ്ത് ചെന്നൈയിലേക്ക് കടന്നു കളഞ്ഞ അഖിലിനെ വളരെ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് പോലീസിന്റെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെനിൻ രാജിന്റെ കാര്യം ചോദിക്കുമ്പോൾ ദയനീയമായിട്ടുള്ള മറുപടി, ലെനിൻ രാജ് എവിടെയുണ്ടെന്ന് അറിയില്ല എന്നൊരു മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ലെനിൻ രാജിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും കൃത്യമായി ഒളിവിൽ പോകാൻ മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലെനിൻ രാജിന്റെ പശ്ചാത്തലം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ മറ്റു പലയിടങ്ങളിലെ സാമ്പത്തിക തട്ടിപ്പുകൾ, ഇവർ പരസ്പരം നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, ഇതൊക്കെ ഈ വാർത്തയ്ക്ക് ശേഷം, ആരോഗ്യമന്ത്രിയുടെ നിയമന തട്ടിപ്പ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ കാര്യങ്ങളടക്കം ഒരുപക്ഷെ കേരളം അറിയുന്നത് തന്നെ ഉണ്ടായത്.
ഉണ്ടായിരുന്നത്. അതുവരെ ഇതൊക്കെ മൂടി വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലെനിൻ രാജ് കൃത്യമായി ഒളിവിൽ പോകുന്നു. ലെനിൻ രാജ് എവിടെ എന്നതിന് ഉത്തരമില്ല. പക്ഷേ വക്കീലുമായിട്ട് ലെനിൻ രാജിന്റെ അഡ്വക്കേറ്റുമായിട്ട് ലെനിൻ രാജ് ബന്ധപ്പെടുന്നു, സഹോദരനുമായിട്ട് ബന്ധപ്പെടുന്നു. പക്ഷേ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമായിരുന്നു അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി കൂടി ചേരുന്നു. അഷ്കറാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിയമന തട്ടിപ്പ് വിവാദം പുറത്തു കൊണ്ടുവന്നത്. അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായിരുന്നു ലെനിൻ രാജ്. അന്ന് റിപ്പോർട്ടർ TV അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളിൽ സൂമിൽ തത്സമയം പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ലെനിൻ രാജിനെ പിടികൂടാനായിട്ടില്ല. ഇപ്പോൾ ലെനിൻ രാജ് കീഴടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് കുന്നമംഗലം സ്റ്റേഷനിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കീഴടങ്ങിയിട്ടുള്ളത്. അഷ്കർ, എന്തുകൊണ്ടാണ് ലെനിൻ രാജിനെ ഇതുവരെ പോലീസിന് പിടികൂടാൻ കഴിയാതെ പോയത്? ഇപ്പോൾ ലെനിൻ രാജ് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് അന്വേഷിച്ചിരുന്നില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? നികേഷ്, പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആരോഗ്യവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ മറയാക്കി, ഇല്ലെങ്കിൽ അത്തരത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് വളരെ ഗൗരവമായിട്ടാണ് വിഷയം സംസ്ഥാന സർക്കാർ അടക്കം കണ്ടിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പിന്നീട് അത് ACPക്ക് അടക്കം കൈമാറി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഒരു മാസം ആകുമ്പോഴേക്കും 4 പ്രതികൾ, ഒന്നാം പ്രതിയായിട്ടുള്ള അഖിൽ സജീവിനെയും മറ്റു 3 പ്രതികളെയും ഒക്കെ പോലീസ് പിടികൂടുന്നെങ്കിൽ പോലും കേസിലെ 2ാം പ്രതിയും ഈ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളി എന്ന് പോലീസ് തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്ന ലെനിൻ രാജിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലെനിൻ രാജിന് വേണ്ടി പലതവണ പോലീസ് പലയിടങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഒരു സൂചന പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ കർണാടകയിലും ബാംഗ്ലൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലായി ലെനിൻ രാജ് ഉണ്ടായിരുന്നു എന്നായിരുന്നു പോലീസ് നൽകിയിരുന്ന വിവരം. പിന്നീട് ലെനിൻ രാജ് എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് ഉത്തരമില്ലാതെയായി. ഒരു ഘട്ടത്തിൽ ലെനിൻ രാജ് ഹൈക്കോടതിയെ ജാമ്യാപേക്ഷ വേണ്ടി സമർപ്പിച്ചപ്പോൾ അതിനെ തീർപ്പ് വരട്ടെ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്ന ഒരു വിചിത്രമായ നിലപാട്. പക്ഷെ പിന്നീട് ജനുവരി 30 തന്നെ ലെനിൻ രാജ് 2 തവണ നൽകിയ ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷയും ഒക്കെ തന്നെ ഹൈക്കോടതി തള്ളി. പക്ഷേ എന്നിട്ട് പോലും ലെനിൻ രാജിനെ പിടികൂടാനോ കണ്ടെത്താനോ പോലീസിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, കേസിൽ ഏകദേശം 5 മാസം പിന്നിടുമ്പോഴും കേസിലെ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇപ്പോൾ ലെനിൻ രാജ് തന്നെ, കേസിലെ 2ാം പ്രതിയായ ലെനിൻ രാജ് തന്നെ സ്വയം കീഴടങ്ങുന്ന, അതും മറ്റൊരു കുന്നമംഗലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള മറ്റൊരു കേസിൽ സ്വയം കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലുള്ള സംഘം കോഴിക്കോടെത്തി ലെനിൻ രാജിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലെനിൻ രാജിന്റെ അറസ്റ്റ് ഇപ്പോൾ നിയമന തട്ടിപ്പ് കേസിൽ കൂടി രേഖപ്പെടുത്താൻ പോവുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഉയർന്ന ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിലുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽ മേത്ത നൽകിയ പരാതി ഉണ്ടായിരുന്നു. ആ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. മറ്റ് ആരോഗ്യവകുപ്പിന്റെ പേഴ്സണൽ സെക്രട്ടറി, മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി അടക്കമുള്ള പരാതികളടക്കം ഇതിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കുമെന്നായിരുന്നു ജില്ലാ പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയിരുന്ന കാര്യം. പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു കേസായിട്ട് പോലും എന്തുകൊണ്ട് ഈ ലെനിൻ രാജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം അവശേഷിക്കുന്നത്. മാത്രമല്ല, ഇത്രയും കാലമായിട്ട് പോലും ഒരു കേസിൽ 1ാം പ്രതിയായിട്ടുള്ള അഖിൽ സജീവിനെ തമിഴ്നാട് തേനിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിൽ സജീവിനെതിരെ ഏകദേശം 4ഓളം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും 10ഓളം കേസുകൾ പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സമാനമായ രീതിയിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള, നിരവധി സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളുള്ള ഒരു കേസിൽ തന്നെ ബന്ധപ്പെട്ട പല അഭിഭാഷകരെയും മർദ്ദിച്ചു, അഖിൽ സജീവനടക്കം മർദ്ദിച്ചു എന്നതടക്കം ആരോപണമുള്ള ലെനിൻ രാജിന് പക്ഷേ പോലീസിന് പിടികൂടാൻ സാധിച്ചില്ല. ലെനിൻ രാജിനെതിരെയും 3ഓളം കേസുകൾ നിലവിൽ തന്നെയുണ്ട്. പോലീസ് നൽകിയ അന്വേഷണ റിപ്പോർട്ടുകളിൽ കോടതി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ലെനിൻ രാജിനെ പിടിക്കാത്തത് ഒരു ചോദ്യമായി ചിഹ്നമായി അവശേഷിച്ചിരുന്നു. മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്, ലെനിൻ രാജ് ആ ഘട്ടങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ സജീവമാവുകയും മാധ്യമങ്ങളോട് സൂമിലും മറ്റും വന്നുകൊണ്ട് തുടർച്ചയായി ഇന്റർവ്യൂകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ലെനിൻ രാജിനെ സഹായിക്കുന്നവരിലേക്കോ അല്ലെങ്കിൽ ലെനിൻ രാജിനെ പിടിക്കാനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. മാത്രമല്ല, ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വലിയ ഗൂഢാലോചനയും ആരോപണങ്ങളും ഒക്കെ തന്നെ ലെനിൻ രാജ് ആരോപിച്ചിരുന്നു. പക്ഷെ അതിന്റെ നിജസ്ഥിതി കണ്ടെത്താനും പോലീസ് തയ്യാറാവുകയും ചെയ്തില്ല. മാധ്യമപ്രവർത്തകരടക്കം അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മളെ അടക്കം
പ്രതി ചേർത്ത് വാർത്തയും അതുപോലെ തന്നെ കേസിനെയും വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് ലെനിൻ രാജ് നടത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ നമ്മളെ നിലപാട് വ്യക്തമാക്കുകയും പോലീസിന് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട മൊഴികളടക്കം നമ്മൾ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ലെനിൻ രാജിനെ പിടിക്കാനോ കേസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും പറഞ്ഞിരുന്ന കാര്യം ഉടനെ പ്രതികളെ പിടികൂടി കേസ് മുഴുവൻ ഗൂഢാലോചന അടക്കം തെളിയിച്ച ശേഷം മാധ്യമങ്ങൾക്ക് വന്ന് കേസിൽ എന്താണ് സംഭവിച്ചെന്ന് വ്യക്തമാക്കുമെന്നായിരുന്നു സർക്കാർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരുന്ന നിലപാട്. പക്ഷേ അത്തരമൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ പോലും കേസ് അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുമുള്ള ഒരു കാര്യമായ ഒരു പരിഗണനയും ഈ കേസിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. നികേഷ്. അഷ്കർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ലെനിൻ രാജ് ആ ഘട്ടത്തിൽ ഹാജരാകേണ്ടതില്ല, ആ ഘട്ടത്തിൽ ലെനിൻ രാജിനെ പിടികൂടി ഈ അന്വേഷണം പുരോഗമിക്കേണ്ടതില്ല എന്ന് എവിടെയോ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെനിൻ രാജ് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ വിസിൽ ബ്ലോവേഴ്സിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ആരോപണങ്ങളൊന്നും പിന്നീട് ഒരു തുടർച്ചയുണ്ടായില്ല. ആരെയൊക്കെയോ എന്തൊക്കെയോ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതൊന്നും സംഭവിച്ചില്ല. നേരത്തെ അഷ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ റിപ്പോർട്ടർ ടിവിക്കെതിരെയൊക്കെ തന്നെയും ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന ആരോപണം വരെ ഉന്നയിക്കേണ്ടായി. അതിനൊന്നും തന്നെയും ഒരു തുടർച്ചയുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ലെനിൻ രാജ് അന്ന് കീഴടങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ആരോ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ കാരണം? നികേഷ്, ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ലെനിൻ രാജ് പ്രതിയാക്കുമ്പോൾ സ്വാഭാവികമായും ലെനിൻ രാജിന്റെ പാർട്ടി ബന്ധങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. മാധ്യമങ്ങളിൽ വന്ന ലൈവിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എത്തുമ്പോൾ പോലും ലെനിൻ രാജ് തന്റെ പാർട്ടി ബന്ധം കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പേരിലാണ് ലെനിൻ രാജ് കേസ് വഴിതിരിച്ചു വിടുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിക്കൊണ്ട് എന്നെ അടക്കം കേസ് റിപ്പോർട്ട് ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിൽ ഗൂഢാലോചന പങ്കാളിയാണ് എന്ന് ആരോപണം ഉന്നയിക്കും. സ്വാഭാവികമായും പാർട്ടി കേന്ദ്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലടക്കം ആ പ്രചാരണം ശക്തമാക്കി അതൊരു രാഷ്ട്രീയമായ ഒരു ആയുധമാക്കാനായിരുന്നു ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നത്. മറിച്ച് ഇതിന്റെ ഗൂഢാലോചനയുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ചൂണ്ടിക്കാണിച്ച് നടത്തിയ തട്ടിപ്പിന് പിറകിലെ ഗൂഢാലോചനയുടെ താല്പര്യക്കാരാണെന്നും അതുപോലെ തന്നെ കേസിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളും കൃത്യമായി പാർട്ടി ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള അഖിൽ സജീവ് CITUയുടെ പത്തനംതിട്ട ഓഫീസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. കേസിൽ പ്രതിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി ചേർത്തുള്ള ബാസിത്ത് AIFന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇത്തരത്തിൽ പാർട്ടി സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന പാർട്ടി യുവജന പ്രസ്ഥാനങ്ങളടക്കം സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന പ്രതികൾ കൃത്യമായി പ്രതി ചേർക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി കേസ് വഴിതിരിച്ചു വിടുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഒരു മാധ്യമ ഗൂഢാലോചന ഈ കേസിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പല മാധ്യമ സ്ഥാപനങ്ങളടക്കം ആ ഗൂഢാലോചനയിൽ പിന്നീട് പങ്കാളികളാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ പോലീസ് നമ്മുടെ അടക്കം മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചു വരുത്തുകയും നമ്മൾ അതിൽ കൃത്യമായി പോലീസിന് മുമ്പാകെ കേസിൽ സംഭവിച്ചതിന്റെ രേഖകളടക്കം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതിൽ കേസ് അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഗൂഢാലോചനയുടെ അടക്കം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ആശങ്കയാണോ എന്നറിയില്ല. പിന്നീട് കേസിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം, ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രകടനമാണ് അന്വേഷണ സംഘം പുലർത്തിയിരുന്നത്. മാത്രമല്ല പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ കേസിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ മുഴുവൻ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവിധ ജില്ലകളിലേക്കും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സ്ഥലം മാറ്റിയപ്പോൾ പിന്നീട് കേസ് അന്വേഷണം പൂർണ്ണമായും നിലച്ച ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഒരു നടപടികൾ പിന്നീട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയും ചെയ്തില്ല. ആരോഗ്യവകുപ്പ് ഈ കേസിലെ ഏറ്റവും പ്രതിസന്ധിയിലും പ്രതിക്കൂട്ടിലുമായ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പായിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ പരാതിയായിട്ട് പോലും അത്തരമൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിൽ നിന്നും പിന്നെ ഉണ്ടാവുകയും ചെയ്തില്ല. സ്വാഭാവികമായും കേസ് ഒരു നിലയിലും എത്താതെ എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി പലതവണ ലെനിൻ രാജ് കോടതികളൊക്കെ തിരുവനന്തപുരത്തെ കോടതികളെയും അതിനുശേഷം ഹൈക്കോടതിയും ഒക്കെ സമീപിച്ചിട്ട് പോലും ഒരു തവണ പോലും ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു നിർവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം കീഴടങ്ങേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. ശരി, അഷ്കറാണ് വിശദാംശങ്ങൾ നൽകുന്നത്.